മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ നമ്മുടെ വീടുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മോഷ്ടാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പോലും നമുക്ക് സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് നൽകുമെന്ന് അവരുടെ മനാത്തിബുകളിൽ പറയുന്ന കാര്യമാണ്. നമുക്കറിയാം ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിന്റെ നിർണായക ഘട്ടത്തിൽ അവരുടെ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധമായി എന്നുള്ള ഒരു ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് അവർ ചെയ്തത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോ ഞാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞിരിക്കാം, പക്ഷെ നമുക്കൊരു ഘട്ടം വരുമ്പോൾ സന്നദ്ധതയുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ, കാരണം പ്രതിപക്ഷത്ത് പോരാടാൻ വന്നിരിക്കുന്നത് സകല ആയുധങ്ങളുമായി എത്ര ദിവസം എത്ര മാസം വേണമെങ്കിലും യുദ്ധം നീണ്ടുനിന്നാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും സകല ആഡംബരങ്ങളോടുകൂടിയാണ് അവർ ബദറിന്റെ രണാങ്കളത്തിലേക്ക് ശത്രുപക്ഷം കടന്നു വന്നത്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരെ സംബന്ധിച്ചിടത്തോളം 17 ദിവസം നോമ്പ് നോറ്റ് വാടിത്തള്ളുന്ന ശരീരവുമായി കൊണ്ട് ബദറിന്റെ രണാങ്കളത്തിലേക്ക് പുണ്യനബിയുടെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങി ആയുധസ്തബ്ധരായ ആയുധപ്പടയോട് പരാജയപ്പെടുമെന്ന ഉറപ്പോടുകൂടി അവർ യുദ്ധത്തിലേക്ക് അവരുടെ ജീവൻ സമർപ്പിക്കാൻ വേണ്ടി യുദ്ധകളത്തിലേക്ക് അവർ എടുത്തു ചാടുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങളിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ഭീകര പ്രവർത്തനങ്ങളും പാശ്ചാത്യരുടെ ബോംബിങ്ങിലൂടെയും അവരുടെ അക്രമങ്ങളിലൂടെയും എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് ബദരീങ്ങളുടെ ആ സമർപ്പണ ബോധമാണ് ഇന്ന് മുസ്ലിം ലോകം കൈവരിക്കേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും ആശയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇറാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ലീഡർ എന്ന രീതിയിൽ ആയത്തുള്ള ഖുമൈനി അവരുടെ അതിശക്തനായ ലോകത്തെ ഏറ്റവും അനിഷേധ്യനായ നേതാവായിട്ട് പറയപ്പെടാൻ കഴിയുന്ന സകല സവിശേഷതകളുമുള്ള ഒരു നേതാവായിരുന്നു ആയത്തുള്ള ഖുമൈനി. അദ്ദേഹത്തിന്റെ ആശയപരമായി നമുക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹം ഒരു സമൂഹത്തിന്റെ ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന രീതിയിൽ ലോക തലവന്മാർക്ക് നേതാവാണ്. മരിക്കേണ്ടി വന്നാൽ ബങ്കറുകളിൽ പോയി ഒളിക്കാതെ, അതല്ലെങ്കിൽ നാട് വിട്ടു പോവാതെ അവരുടെ പ്രജകളെ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് നാട് വിട്ടു പോകുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ നേതാക്കളെ പോലെയല്ല, രാജ്യതലവന്മാരെ പോലെയല്ല ഇറാനിന്റെ തലവൻ. സാധാരണക്കാരെ പോലെ സാധാ സുരക്ഷയോടുകൂടി അവരുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ബോംബിങ്ങിലൂടെ മിസൈൽ ആക്രമണങ്ങളിലൂടെ തകർത്ത രാജ്യ നേതാവ് എന്ന് നമുക്ക് ആ നിലക്ക് അദ്ദേഹത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അദ്ദേഹം വീരവൃത്തി മരിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് അതൊരു സമർപ്പണമാണ്. ഞാൻ ഈ ചരിത്രം മുന്നിലേക്ക് വെച്ചത് അതൊരു സമർപ്പണമാണ്. വളരെ വിഫൽ ഘട്ടത്തിൽ, അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ അവിടെ തന്റെ ജീവൻ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള സമർപ്പണം, അവിടെയാണ് ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആയി തീരുന്നത്. എല്ലാ സകല ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായി തീരുന്നത് അവിടെയാണ്, ഒരു നേതാവായി തീരുന്നത് അവിടെയാണ്, ഒരു രാജ്യത്തിന്റെ തലവനായി തീരുന്നത് അവിടെയാണ്, ഒരു മതത്തിന്റെ ആചാര്യന്മാരായി തീരുന്നത് അങ്ങനെയാണ്. ഏത് ഘട്ടത്തിലും നേരിടാനുള്ള ശക്തി ഉണ്ടായിരിക്കണം നമുക്ക്. പരാജയപ്പെട്ട് പിൻവാങ്ങാതെ, ഒരു ഭാഗത്ത് പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തെ അതിജയിക്കുന്ന വിജയങ്ങളുമായി കൊണ്ട് സമൂഹത്തിൽ നിലകൊള്ളാൻ കഴിയണം. അവിടെയാണ് ഒരു ലീഡർ, ഒരു പണ്ഡിതൻ, ഒരു നേതാവ്, ഒരു രാജ്യതലവൻ, ഒരു സമുദ്ധാരകൻ എന്ന രീതിയിലൊക്കെ സമൂഹത്തിന് നേതാക്കൾക്ക് ഇവിടെ വളർന്നു വരാൻ സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ബദറിന്റെ രണാങ്കളത്തിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ബദരീങ്ങളുടെ ആ തേജസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അവരുടെ സമർപ്പണം, അവരുടെ ആ ചിന്ത, അവരുടെ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. നമുക്കറിയാം, തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്ന് പറയും, അത് കുറേ സമയമുണ്ട്, നീ പോവണ്ട, അതല്ലെങ്കിൽ കുറച്ച് നിസ്കരിച്ച് പോരെ, നീ ക്ഷീണിതനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്താമണ്ഡലത്തെ പിശാച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിപ്പിച്ചുകൊണ്ട് പരമമായ സമർപ്പണം നഷ്ടപ്പെടുത്തുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും. അവിടെ ബദരീങ്ങൾ നമുക്ക് തുണയാവണം. അവിടെ ബദരീങ്ങളുടെ സമർപ്പണം നമ്മിലേക്ക് കൊണ്ടുവരണം. ബദരീങ്ങൾ എന്ന് പറയുന്നത് യുദ്ധക്കളത്തിൽ മാത്രം ഒരു നമുക്കുള്ള ഒരു പ്രചോദനമല്ല. അവരുടെ ജീവിതം മുഴുക്കെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും സമർപ്പണമാണെന്ന് നാം മനസ്സിലാക്കുക. ഹജ്ജിന്റെ കാര്യം എടുത്ത് നോക്കുക. ഹജ്ജ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ സമർപ്പണമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള തന്റെ ജീവിതത്തെ, തന്റെ മനസ്സിനെ, തന്റെ ആത്മാവിനെ, തന്റെ കുടുംബത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ സമർപ്പണത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞത്. ഇബ്രാഹിം നബിയെ അങ്ങയെ നാം ജനങ്ങൾക്ക് ഇമാമാക്കിയിരിക്കുന്നു എന്ന്. ആളുകളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സമർപ്പണമാണ്. ആ സമർപ്പണമാണ് ആയത്തുള്ള ഖുമൈനി ഒരു രാജ്യ തലവൻ എന്ന രീതിയിൽ നടത്തിയത്. ആ സമർപ്പണമാണ് ഇറാഖിന്റെ ഭരണാധികാരി സദ്ദാം ഹുസൈൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്നും അവരുടെ രാജ്യത്തെന്നല്ല ലോക ചരിത്രത്തിൽ അവർ സ്ഥാനം പിടിക്കുമെന്നുള്ള കാര്യമാണ്. അത് സമർപ്പണത്തിന്റെ പവിത്രതയാണ്, സമർപ്പണത്തിന്റെ ആ ബഹുമതിയാണ് നാം കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളെ എങ്ങനെ വേണം ഈ പുതിയ കാലഘട്ടത്തിലൂടെയുള്ള ഈ ചലന നിശ്ചലനങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മക്കളെ നമ്മൾ വളരെ രാവിലെ പ്രഭാതത്തിൽ സുപ്രഭാതത്തിൽ എണീപ്പിച്ചുകൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ടോ ആ മക്കൾ അവിടെ പോയി പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിന്റെ കാര്യങ്ങൾ പഠിക്കുന്നു, ഉലൂമുകൾ പഠിക്കുന്നു. എന്നിട്ടോ പർദ്ദയിട്ട ഉമ്മയുടെ കൂടെ അർദ്ധനഗ്നയായി പോകുന്ന നമ്മുടെ പെൺമക്കൾ നോക്കണം, എവിടെയാണ് നമ്മുടെ ദീൻ, എവിടെയാണ് നമ്മുടെ സമർപ്പണം, എന്താണ്
നമ്മുടെ മക്കൾക്ക് സമർപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ മക്കളെ നാം എങ്ങനെ വളർത്തി? ഇത് പറയുമ്പോൾ ഈ പറയുന്നതിന്റെ ഷോർട്ട് കട്ട് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ സംസ്കാരമില്ലാത്ത, അതല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ പുരോഹിതന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം കാലം പരിശുദ്ധ ഇസ്ലാമിന്റെ ദർശനങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വളർത്തിയ കുട്ടികൾ നമുക്കറിയാം വാപ്പയെയും ഉമ്മയെയും ഇട്ടേച്ചുകൊണ്ട് തോന്നിയവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് മനസ്സിലാക്കും, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനെന്റെ മക്കളെ വളർത്തി, ഞാൻ എന്തിന് അധ്വാനിച്ചെന്റെ ചോര നീരാക്കി അധ്വാനിച്ചെന്റെ മക്കളെ ഞാൻ വളർത്തി എന്ന് വിരൽ കടിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ നമുക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ സമയത്ത് റമദാൻ കഴിഞ്ഞാൽ പരിശുദ്ധമായ ഈദുൽ ഫിത്റാണ് വരുന്നത്. ആ സമയത്തേക്ക് നമ്മുടെ മക്കൾക്ക് നമുക്ക് പുതിയ പുടവകൾ എടുക്കണം. ആ സമയത്ത് നാം ചിന്തിക്കേണ്ട, നാം സമർപ്പിക്കേണ്ട ഒരു സമർപ്പണമുണ്ട്. എന്താണ് സമർപ്പണം? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനിന്റെ സംസ്കാരത്തോട് യോജിച്ച രീതിയിൽ എന്റെ മക്കളുടെ ജീവിത രീതികളെ ഞാൻ സജ്ജീകരിക്കാൻ തയ്യാറാണെന്നുള്ള സമർപ്പണം. അതാണ് ഇബ്രാഹിം നബിയുടെ സമർപ്പണം. അതാണ് ഖാതിമുൽ നബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമർപ്പണം. അതാണ് ബദരീങ്ങളുടെ സമർപ്പണം. നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതം മുതൽക്ക് തന്നെ അന്താരാഷ്ട്ര ജീവിതം വരെ ബദരീങ്ങളുടെ സമർപ്പണം ദർശനമായി വരുന്ന കാലഘട്ടമാണിത്. പരിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമസംഹിതകൾ എക്കാലവും പ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികൾ, നാം മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ നല്ല രീതിയിലാണ് നാം വളർത്തേണ്ടത്. അപ്പോഴാണ് നമ്മൾ ബദരീങ്ങളുടെ പിൻഗാമികളായി മാറുന്നത്. പുതിയ രീതിയിൽ പ്രയാസങ്ങൾ എന്തെന്നോ പരിവട്ടം എന്തെന്നോ അറിയാത്ത നമ്മുടെ ഈ തലമുറക്ക് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഖിയാമത്ത് നാളിന്റെ ഭയാനതകളെ അഭിമുഖീകരിക്കാൻ ഒരിക്കലും അവർക്ക് സാധ്യമാവാത്ത ഒരു സമയത്തായിരിക്കും ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ ഭീകരമായ സാഹചര്യങ്ങൾ കടന്നു വരുന്നത്. നമുക്കറിയാം, ഇറാനിലൂടെ തുടങ്ങുന്ന ഈ യുദ്ധം നമുക്കറിയാം ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഖിയാമത്ത് നാളിന്റെ അവസാന കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് മരണങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാലുള്ള അടയാളങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് യുദ്ധങ്ങൾ വർദ്ധിക്കുക, കൊലപാതകങ്ങൾ വർദ്ധിക്കുക. നമുക്കറിയാം എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്, കൊല്ലപ്പെട്ടവൻ അറിയാത്ത കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പ്രവചനം പുലരുന്ന കാലമാണിന്ന്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടി, ഉറങ്ങിക്കിടക്കുന്ന പിതാവ്, ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ, ഉറങ്ങിക്കിടക്കുന്ന ഉമ്മ, ഉറങ്ങിക്കിടക്കുന്ന ഉപ്പ രാവിലെ ബോംബിങ്ങിലൂടെ തകർന്ന് തരിപ്പണമായി ചേതനയേറ്റ് കിടക്കുമ്പോൾ അവർക്കറിയില്ല ഞാൻ എന്തിന് മരിച്ചു എന്ന്. ഇങ്ങനത്തെ കൊല്ലപ്പെട്ടവൻ ഞാൻ എന്തിന് മരണപ്പെട്ടു എന്ന് അറിയാത്ത കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച ആ പ്രവചനം പുലരുന്ന കാലമാണ്. ഇവിടെയാണ് നാം ബദരീങ്ങളുടെ സമർപ്പണം, നമ്മുടെ വ്യക്തി ജീവിതം മുതൽ നമ്മുടെ അന്താരാഷ്ട്ര ജീവിതങ്ങൾ വരെ നാം അത് പകർത്തിയെടുക്കേണ്ട കാലം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ അൽഹംദുലില്ലാഹ് ബദരീങ്ങളുടെ സ്ഥാനമാനങ്ങൾ എന്തെന്ന് വെച്ചാൽ, ബദരീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹാബാക്രം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ സദസ്സിലേക്ക് കടന്നു വന്നാൽ എല്ലാവരും എണീച്ചു നിന്നവരെ ബഹുമാനിക്കുമായിരുന്നു. എല്ലാവരും സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് ഒരു ബദരീകളിൽപ്പെട്ട ഒരു സഹാബി കടന്നു വന്നാൽ അവരെല്ലാവരും എണീച്ചു നിന്നുകൊണ്ട് അവരെ ആദരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ബദറിൽ പങ്കെടുത്ത സഹാബിയുടെ മഹത്വമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ പദവി എന്തെന്നറിയുമോ? നിങ്ങൾ മുൻകഴിഞ്ഞ പാപങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം എന്ന് അനുമതി നൽകിയ ഒരേ ഒരു നബിയുടെ ഉമ്മത്തിൽപ്പെട്ട സമൂഹമാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ബദരീങ്ങൾക്ക് ഈ അനുമതി കൊടുക്കുന്നത് തോന്നിവാസികളായി നടക്കാനല്ല, കാരണം അവർക്ക് ഇഷ്ടം പോലെ നടക്കാനല്ല, ഇസ്ലാമിക വിരുദ്ധമായ ജീവിതം നയിക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, അല്ലാഹുവിനറിയാം, അങ്ങനെ ഒരു വിപൽ ഘട്ടത്തിൽ അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള സന്നദ്ധത കാണിച്ച ആ ബദരീങ്ങളുടെ ഈമാൻ അല്ലാഹു മൂർധന്യ ഭാവത്തിലേക്ക് എത്തിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പരിശുദ്ധിയിൽ, ആ ഒരു ക്വാളിറ്റിയിൽ ഒരിക്കലും അവർക്ക് നിലവാരം തകർന്ന ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അവരുടെ ജീവിതത്തിന്റെ ആ വഴികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു. അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി, അവരുടെ ഈമാൻ വളർത്തിയെടുത്തു. അതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിവാസികളായി കൊണ്ട് ജീവിക്കാനുള്ള അനുവാദം നൽകി എന്നല്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ബദരീങ്ങളുടെ മഹത്വമാണ് നാം പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഒരു അപവാദ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്ന ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബി ആ അപവാദം പറയുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു, സഹാബത്ത് അറിഞ്ഞു. ആ സമയത്ത് സഹാബത്ത് ആ അപവാദം പറഞ്ഞിരിക്കുന്ന മറ്റൊരാളെ കുറിച്ചാണ്, ആരെയെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, അവരുടെ പരിശുദ്ധി കൊണ്ട് ആ അപവാദം പറഞ്ഞ സഹാബിയുടെ കാര്യത്തിൽ മറ്റു സഹാബികൾ ആക്ഷേപം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിണ്ടിപ്പോകരുത് നിങ്ങൾ, അത് ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരാണ്, അവരുടെ പിൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരാണ്. ബദരീങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽപ്പെട്ട ഒരു സഹാബി
എന്തോ ഒരു അനിഷ്ടകരമായ കാര്യം പറഞ്ഞതിന്റെ പേരിൽ മറ്റു സഹാബികൾ പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, സംസാരിച്ച കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ മഹത്തരമായ വ്യക്തികളാണ്. അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധമായ പ്രകാശങ്ങൾ എന്നും നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ഇന്നും അവർ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവർ എത്ര രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ സമുന്നതരായ നേതാവായിരുന്നു, ഇതല്ല മതഭൗതിക മേഖലകളിൽ പ്രവർത്തിച്ചവരായിരുന്നു. ഒരുപാട് രാഷ്ട്രീയമായി ജാതി മത ഭേദമന്യേ വളരെ വലിയ വലിയ സഹോദര ശൃംഖലയുള്ള സൗഹൃദ ശൃംഖലയുള്ള ഭൗതികമായി പ്രവർത്തിച്ചിരുന്നവരാണ്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. എന്നിട്ടും അവരെന്തുകൊണ്ട് ബദരീങ്ങളുടെ പരിശുദ്ധമായ നാമങ്ങൾ ഉരവിടുന്ന ഈ മജ്ലിസുൻ നൂറിന്റെ ബദരീയത്തിന്റെ ഈ കാവ്യങ്ങൾ എല്ലാ മജ്ലിസുകളിലും പാടിപ്പറയാൻ, അയവിറക്കാൻ, ചൊല്ലുന്ന മജ്ലിസ് ഇവിടെ സ്ഥാപിക്കാൻ എന്തുകൊണ്ട് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു? അതിനുള്ള ഇജാസത്ത് നമ്മൾ തന്നു. നമ്മൾ ഇവിടെ ഇന്ന് ഓതി എത്രയോ പ്രകാശപൂരിതമായ അജ്മീർ ഫഖീർ മീറാൻ വലിയുള്ളാഹി ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഹദറത്തിലിരിക്കുന്ന നമ്മൾ, അവർ മതി നമുക്ക് എല്ലാം കൊണ്ടും. നമ്മെ എവിടെയല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും പരാതി പറയാനും പരിഹരിക്കാനും ഉപ്പാപ്പ തന്നെ ഇഷ്ടം പോലെയാണ്. എന്നിട്ടും എന്തേ ഇവിടെ ബദരീങ്ങളുടെ പേരുകൾ നാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം എടുത്തത്, അള്ളാഹുവിലേക്ക് നാം മുന്നിട്ടത്, അള്ളാഹുവോട് നാം പറയുന്നത് അത് മറ്റൊന്നുകൊണ്ടുമല്ല, ബദരീങ്ങളുടെ സ്ഥാനം അതാണ്. ബദരീങ്ങളുടെ ലം തഹ്സുൽ ലഹുമുൽ വിലായത്തു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം, ഔലിയാക്കൾക്ക് അവരുടെ വിലായത്ത് ലഭിച്ചിരിക്കുന്നത് മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അവരുടെ പരിശുദ്ധിയുടെ പരമാർത്ഥിയിലെത്താൻ വേണ്ടിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചവരാണ് ഔലിയാക്കൾ. ഒരു ഔലിയാക്കൾക്കും ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലായത്ത് നൽകിയിട്ടില്ല. നമ്മുടെ ഉപ്പാപ്പാക്ക് ബദരീങ്ങളിലൂടെയാണ് വിലായത്ത് ലഭിച്ചത്. അതാണ് ബദർ മൗലിദിൽ പറയുന്നത്. അതല്ലെങ്കിൽ ബദർ മൗലിദ് തെറ്റാണെന്ന് വരും. ലം തഹ്സുൽ ലഹുമുൽ വിലായത്തു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം, അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ലോകത്തെ സകല ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാ പദവി നൽകിയത്. അമ്പിയാക്കൾക്ക് ശേഷം അല്ലാഹുവിന്റെ ദീനിന്റെ നടത്തിപ്പുകാരായ വിലായത്ത് എന്ന പദവി നൽകിയിട്ടുള്ള ഔലിയാക്കൾക്ക് ആ പദവി ലഭിച്ചത് ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഉപ്പാപ്പ നമ്മുടെ കണ്ണിലുണ്ണിയായ അജ്മീർ ഫഖീറായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി തങ്ങളുടെ പവിത്രമായ കാൽപാദത്തിന്റെ താഴെ നിന്നുകൊണ്ട് വിലായത്തിന്റെ സമുന്നതമായ മേഖലകളിലൂടെ കടന്നുപോയി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കമാലിയത്ത് എന്ന ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം കമാലിയത്തിന്റെ പദവിയിലെത്തിക്കൊണ്ട് ഇന്നും വളരെ പ്രകാശപൂരിതമായി നമ്മുടെ നാട്ടിൽ ജാതിമത ഭേദമന്യേ എന്നും മിന്നി തിളങ്ങുന്ന ഈ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ജീവിതത്തിന്റെ സമർപ്പണം. പ്രിയപ്പെട്ടവരെ, നാം ഇന്നും അവിടെ നിന്നുകൊണ്ടാണ് ബദരീങ്ങളെ വിളിച്ചത്, ബദരീങ്ങളെ കുറിച്ച് പാടി പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവരാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവരുടെ ഇഖ്തിസാബിയായ അവർ അധ്വാനിച്ച് നേടിയെടുത്ത പദവികളാണ്. ഈ പദവികളാണെങ്കിലോ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ടാണ് അവർ നേടുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളുടെ മഹത്വമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദരീങ്ങളുടെ പരിശുദ്ധമായ ദർശനങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉപ്പാപ്പയുടെ പരിശുദ്ധമായ പ്രകാശം കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശപൂരിതമാക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാപ്പയുടെ ഹദ്റത്തിൽ നിന്ന്, ഈ സദസ്സിൽ നിന്ന് നമ്മുടെ പാപങ്ങളെ മുഴുവൻ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായിക്കൊണ്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും റാഹത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങളെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഉപ്പാപ്പയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റമദാന് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്ന, ഇപ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള മരിയം നവാസ് ഇസ്ലാമിക് ശരീഅത്ത് കോളേജ് ദീനിന്റെ വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലായി ഇവിടെ നിന്ന് ഉയരാൻ അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിക്കാനും മതഭൗതിക വിജ്ഞാനങ്ങളിലൂടെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു സ്ഥാപനമായി ഉയരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും രോഗികളാണ്. രോഗത്തെ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സിഹർ, ഐൻ, ഹസൻ, ഉൽമ പ്രയാസങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടാണ് മഹാന്മാരുടെ കഥമിലൂടെ ഉപ്പാപ്പയുടെ കഥമിൽ പലരും വരുന്നത്. അല്ലാഹു തആല എല്ലാ ശർറുകളെയും അവസാനിപ്പിക്കുമാറാവട്ടെ, ബാത്തിലാക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാവട്ടെ. നമ്മെ അപകീർത്തിപ്പെടുത്തുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകുമാറാവട്ടെ, വിജയം നൽകുമാറാവട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാഹോദര്യം നിലനിന്നുകൊണ്ട് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ജീവിക്കാൻ, സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മുതഅല്ലിമുകൾക്ക് അല്ലാഹു ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉപ്പമാർ ഇവിടെ ഉണ്ട്, പാപ്പമാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ, കാൽമുട്ടുവേദന, കൈമുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.